കേട്ടല്ലോ, RSS ചത്തു എന്നാണ് ആ ഒരു വാക്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ പാർലമെന്റിലെ ഈ ഒരു സെഷന്റെ അവസാന ഡേയും ഇന്ന് കണ്ടു. നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഇന്ന് വന്ദേ മാതരം പാടി സഭ പിരിഞ്ഞു. അതിൻ്റെ അപ്പുറത്തോട്ട് ചർച്ചക്കും കാര്യക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ 2 ഡബിൾ എഞ്ചിൻ ജീസും ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ ഒരു പോക്കങ്ങ് പോയതാണ്. പൊടി പോലും കണ്ടിട്ടില്ല. രാഷ്ട്രഗീത് വന്ദേ മാതരം के सम्मान में खड़े हो जाएं. പാർലമെന്റിലെ ആളുകളുടെ ചോദ്യത്തെ പേടിച്ചിട്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ മറ്റ് ജനങ്ങളും ബാക്കി MP മാരും ഇത് കണ്ടു നിൽക്കുന്ന നമ്മളെ പോലത്തെ പ്രേക്ഷകരും ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യ രാജ്യത്തെ മഹാരാജ്യത്തെ ആളുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ചോദ്യം പേടിച്ചിട്ട് പ്രധാനമന്ത്രിയും അമിട്ടും വന്നതും പോയതും ആരും അറിഞ്ഞിട്ട് പോലുമില്ല. ഇന്ന് എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് ബിർള, അതായത് വന്ദേ മാതരം കഴിഞ്ഞപ്പോൾ തന്നെ പൂട്ടി വിട്ടോളി, ഇനി നമ്മൾ എപ്പോഴേയും കാണാമെന്ന് പറഞ്ഞ് ഒരു ഓട്ടോ ഓടിയതാണ്. പിന്നെ ആരും പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. सदन की कार्रवाई अनिश्चित काल के लिए स्थगित की जाती है. 56 ഇഞ്ചും നമ്മുടെ ചാണക്യൻ്റെ ഒക്കെ ബുദ്ധി വെറും ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഫിഡൻസ് ചോർന്ന് ഇങ്ങനെ വളഞ്ഞ് കുമ്പിട്ടിരിക്കുന്നുണ്ട്. മറ്റേ ട്രംപിൻ്റെ മുമ്പിൽ വളഞ്ഞ പോലെ ഇപ്പോൾ ലോകത്തെ, അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വളഞ്ഞിരിക്കുന്ന 2 ടീംസിനെയാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അടുത്ത് ഉത്തരങ്ങളൊന്നും വരാൻ പോകുന്നില്ല, കേൾക്കാനും പോകുന്നില്ല. അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളങ്ങ് മറച്ചു വെച്ചോളുക. ഏതാണെങ്കിലും അന്ധഭക്തർക്ക് സമാധാനമായി കാണും. എന്താ ഇപ്പന്മാർ വല്ല വിഡിത്തവും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അത് എടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കേൾപ്പിക്കേണ്ടി വരുന്നൊരു അവസ്ഥ, വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അന്ധഭക്തരൊക്കെ ഇപ്പോൾ സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പാർലമെന്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു കൺവെൻഷൻ നടന്നിരുന്നു. അവിടെ വെച്ചിട്ട് ഡൽഹിയിൽ വെച്ച് നടന്നിരുന്നു. അതായത് ഈ ഒരു രചനാത്മക് കോൺഗ്രസ് നാഷണൽ കൺവെൻഷൻ ആയിരുന്നു ഇന്ന് നടന്നിരുന്നത്. അതിൽ കുറച്ച് പേര് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു അരമുക്കാൽ മണിക്കൂറിലൊരു സെഷൻ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ ആളുകളെ പേടിച്ച് സഭയിൽ പോലും വരാൻ മടിക്കുന്ന പ്രധാനമന്ത്രി, കൂട്ടത്തിൽ അമിത്ഷാ അടക്കമുള്ള സകല RSSൻ്റെ സകല എണ്ണത്തിനെയും വാരി വലിച്ചിട്ട് ഇങ്ങനെ ചുമരിലൊട്ടിച്ച രീതിയിലുള്ള ഒരു പ്രസംഗമുണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടെ ആയിരുന്നു. നമ്മളത് മലയാളത്തിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 4 പേരാണ് അവിടെ എന്താ പറയുക വേദിയിൽ സംസാരിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പായിട്ട് മോണിക്ക ഇസാന്താർ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി സംസാരിച്ചത് ആർത്തവ ശുദ്ധി, അതുപോലെ അതിൻ്റെ ബോധവൽക്കരണവും കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. പിന്നെ സംസാരിച്ചിരുന്നത് ആർഷിയാണ്, വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ LGBTQയുടെ അവകാശങ്ങളെ പറ്റി സംസാരിച്ചു. പിന്നെ ഗജനാർ ബ്രാഹ്മണാണ് സംസാരിച്ചത്, അത് ആദിവാസികളുടെ അവകാശത്തെ പറ്റിയാണ് സംസാരിച്ചത്. പിന്നെ ദിവ്യ അഹിർവാദാണ് പിന്നെ സംസാരിച്ചത് പരിസ്ഥിതി നാശവും അതിൻ്റെ ഒഴിപ്പിക്കലും കാര്യങ്ങളെ പറ്റിയുള്ള ഒരു നല്ല 4 ക്ലാസ്സുകൾ കഴിഞ്ഞു. അതിനുശേഷം രാഹുൽ ഗാന്ധി ഈ ഒരു പ്രസംഗത്തിന് വരേണ്ടായത്. അതിനുശേഷമാണ് ഞാനതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് അങ്ങനെ വെച്ച് തരാം, നമ്മൾ കേൾക്കേണ്ടതാണ്. പലരും നമ്മളൊന്നും അറിയില്ല. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിച്ച് പോകുന്നതുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക്, ഇപ്പം ഞാനടക്കം ഹിന്ദിയൊന്നും അത്രയൊന്നും പഠിച്ചിട്ടൊന്നുള്ള ആളൊന്നുമില്ല. ഇംഗ്ലീഷ് പിന്നെയും കുറേയൊക്കെ അറിയാം. പിന്നെ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടും പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത് പഠിച്ച് വെക്കുന്നത്. അപ്പോൾ അത് ഈ കേൾക്കാത്ത ആളുകൾക്ക്, മനസ്സിലാകാത്ത ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. എന്താണോ അവിടെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താണിത്. രചനാത്മക് കോൺഗ്രസിലെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കൂടാതെ മാധ്യമ പ്രവർത്തകരെ, എൻ്റെ ചില പഴയ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഈ വേദിയിൽ. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലവ് യു എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു സ്വാഗത പ്രസംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പോരാട്ടം നടക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ 4 പേരുടെയും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നമ്മൾ കേട്ടു. കേന്ദ്രീകൃതമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വേരുകൾ എവിടെയാണോ അവിടെ പോരാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ടുള്ള പോരാട്ടം എന്തിനു വേണ്ടിയാണ് എന്നതും എന്താണ് അതിൻ്റെ ആശയപരമായിട്ടുള്ള ഘടന എന്നതും മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പോരാട്ടം എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ അടിത്തറ മുതൽ താഴേക്ക് കുഴിച്ചു നോക്കുകയാണെങ്കിൽ ചിലർ പറയും ഇത് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്, മറ്റു ചിലർ പറയും ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇനി അല്ലാത്ത കുറേ ആളുകൾ പറയും ആദിവാസികൾക്ക് വേണ്ടിയാണ്, ഇനി മറ്റു ചില ആളുകൾ പറയും കോർപ്പറേറ്റുകളെ കുറിച്ചാണ്. ഇതിനെ നമ്മൾ എങ്ങനെ വേർതിരിച്ചെടുക്കണം എന്നാണ് തുടക്കം. നിയമവാഴ്ച, അതായത് ഓർഡേഴ്സ്, ആവിഷ്കാര സ്വാതന്ത്ര്യം ചില സമൂഹത്തിൽ ഒരു നിശ്ചിത ക്രമം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ സ്വയം ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ അടിച്ചേൽപ്പിക്കൽ അവരുടെ ആവിഷ്കാരത്തെ തടസ്സപ്പെടുത്തുന്നു.
എന്താണ് നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്രത്തോളാണെന്നുള്ളത് നമുക്കറിയാം. അതിനെപ്പറ്റിയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് അതിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ്. ജന്തർ മന്ദിറിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കൂ. വിദ്യാർത്ഥികൾക്ക് സ്വയം ആവിഷ്കരിക്കണം, അതായത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ കാഴ്ചവെക്കണം. അവർ വേദനയിലാണ്. എന്നാൽ സർക്കാർ പറയുന്നത് എന്താണ്? ജന്തർ മന്ദിറിലെ ക്രമം ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് സ്വയം ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ നൽകാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഉത്തരാഖണ്ഡിൽ 4 വർഷം മുമ്പ് മകൾ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അവർ കരയുകയായിരുന്നു, അവരുടെ വേദന ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ സ്വയം ആവിഷ്കരിക്കാൻ അനുവദിക്കില്ല, കാരണം അത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കും എന്നാണ് വ്യത്യസ്തത പറയുന്നത്. അതായത് ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിനെ കാണാൻ വന്നിരുന്ന അവിടെ നിന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന ഒരാളായിരുന്നു. അവരുടെ മകള് പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ടതാണ് 4 വർഷം മുമ്പ്. അവർക്കതിന് അവരുടെ സങ്കടം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അവർ പുറത്ത് കാണിക്കുന്ന സമയത്ത് അത് ക്രമസമാധാനം നിലനിർത്തില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ വേദന കേൾക്കാൻ ആരും ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ തങ്ങൾക്കും ചില പ്രത്യേക ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു വ്യത്യസ്ത അടിച്ചേൽപ്പിക്കലാണ് അവരുടെ രാഷ്ട്രീയ തത്വചിന്ത. ഇന്ത്യയെ സ്വയം ആവിഷ്കരിക്കാൻ അനുവദിക്കുകയും ആ അടിച്ചേൽപ്പിക്കലിനെ തകർക്കുകയാണ് നമ്മുടെ ജോലി. അതായത് നമ്മുടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണോ അത് പറയാൻ പറ്റുന്ന ഒരു ഇന്ത്യ ആക്കി എടുക്കണം. അതല്ലാണ്ട് ഇന്ത്യയിൽ ഭരിക്കുന്ന ആളുകൾ അവരെന്ത് പറയുന്നോ അതേ ബാക്കിയുള്ളവർ പറയാവൂ, ചിന്തിക്കാവൂ എന്നുള്ള ആ ഒരു അടിസ്ഥാനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു ഇതിൽ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരാളെ വിളിച്ചിട്ട് രാഹുൽ ഗാന്ധി ചില ഡെമോ ഒക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് RSS എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണ്ടേ, നിങ്ങളൊരു RSS കാരനായിട്ട് എനിക്കൊരു ഓർഡർ തരൂ, അത് ഞാൻ കേൾക്കണ്ടേ എന്നുള്ള രീതിയിൽ, അതായത് ഭയത്തിന് എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു പ്രസ്താവനയാണ് പിന്നെ രാഹുൽ ഗാന്ധി അവിടെ സംസാരിക്കുന്നത്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി ഇപ്പോൾ രാത്രി ഉറങ്ങാറില്ല. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. പിന്നെ ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളും അതിനുണ്ട്. കൂടാതെ മറഞ്ഞിരിക്കുന്ന മറ്റൊരുപാട് ഹിഡൻ കാരണങ്ങളും ഇതിന് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത്, അമിത്ഷായെ കണ്ടില്ലേ, മുൻപ് ചാണക്യൻ എന്നും 2ാം സർദാർ പട്ടേൽ എന്നൊക്കെ വിളിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പം മറഞ്ഞിരിക്കുകയാണ്. 20 ദിവസത്തോളമായിട്ട് പാർലമെൻറ്റ് ഹൗസിൽ കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ആദ്യമായി അതായത് ഇന്ത്യയുടെ ആവിഷ്കാര ശക്തി അനുഭവിച്ചറിയുകയാണ്. ഇനി രാജ്യത്തെ സ്വയം ആവിഷ്കരിക്കുന്നതിൽ നിന്ന് തടയാനാകില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് മോദിജിക്ക് ഉറക്കമില്ല. അമിത്ഷാ ചാണക്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ 2ാം പട്ടേൽ എന്ന് പറയുന്ന അമിത്ഷാ പാർലമെൻറ്റ് അടുത്ത് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം അവർ പേടിച്ച് തുടങ്ങി. ഇന്ത്യ സ്വയം നമ്മുടെ എക്സ്പ്രഷൻ കാണിച്ചു തുടങ്ങി. നമുക്ക് പേടിയില്ലാണ്ട് നമ്മുടെ അകത്തുള്ള കാര്യങ്ങൾ കാണിച്ചു തുടങ്ങി. അത് അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നീട് രാഹുൽ ഗാന്ധി അവിടെ പറയുന്നത് RSSനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് RSS ഈ ഉത്തരവ് പറയുന്നതനുസരിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു കാലമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അതായത് RSS എന്തെങ്കിലും ഉത്തരവ് പറയുമ്പോഴത്തേൽ നമ്മൾ പേടിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇന്ത്യ മാറി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അടുത്ത ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്, എനിക്കൊരു ആജ്ഞ തരൂ, അതൊരു RSS കാരനായിട്ട് നിങ്ങൾ എനിക്കൊരു ആജ്ഞ തരൂ, ഒരു കാലിൽ എന്നോട് നിൽക്കാൻ പറയൂ. അപ്പം ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം ഞാൻ ഭയന്നുപോയി. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അന്ന് നിങ്ങളെ ഭയക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആജ്ഞ നൽകുന്നയാളെ ഞാൻ ഭയന്നാൽ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ പൂട്ടിയിടും. അതായത് ആജ്ഞ തരുന്ന ആളെ ഭയക്കാൻ പാടില്ല. അങ്ങനെ ഭയന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ അവിടെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. ഇങ്ങനെയായിരുന്നു ഇത്രയും കാലം RSS നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യയിലെ നിരവധി ആളുകൾ ഈ ഭീരുക്കളായിട്ടുള്ള ശക്തികൾക്ക് മുമ്പിൽ ഭീരുക്കളെ പോലെ പെരുമാറുന്നു എന്നത് തന്നെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട്. അതായത് RSS എന്ന് പറഞ്ഞ ഭീരുക്കളുടെ മുമ്പിൽ ഇന്ത്യയിലെ മറ്റ് ഭീരുക്കളായിട്ടുള്ള പല ആളുകളും അവരെ പേടിച്ചിട്ട് അന്ധഭക്തരായിട്ട് ജീവിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടുമ്പോൾ ഭയം തോന്നിയാൽ എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു കൂട്ടം തമാശക്കാരോട്, അതിൽ പറയുന്നത് ഒരു കൂട്ടം ഈ മണ്ടന്മാരോട് പോരാടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? അതായത് നമ്മൾ രാജ്യം ഭരിക്കുന്ന മണ്ടന്മാരോടാണ് നിങ്ങളിപ്പം അവർ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പേടിക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മുടെ തത്വചിന്തയെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ യാതൊരു നിശ്ചയവുമില്ലാത്ത ഒരു കൂട്ടം തമാശക്കാരാണോ നിങ്ങളിപ്പം പോരാടുന്നത്. അതായത് നമ്മുടെ ചരിത്രം എന്താണെന്നറിയില്ല, തത്വചിന്ത നമുക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ രാജ്യത്ത് മുമ്പ് എന്ത് നടന്നു എന്നറിയാത്ത കുറേ കൂട്ടം കോമാളികളോടാണ് നമ്മൾ പേടിച്ചിരിക്കേണ്ട ഒരു ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അവരോട് നമ്മൾ പോരാടണം എന്നും കൂടെ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ RSSലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ത്യയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇന്നത്തെ ഇന്ത്യയോട് ബന്ധപ്പെടാൻ കഴിയാത്തവർക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ഏക വഴി ഇന്നത്തെ ആവിഷ്കാരത്തെ മനസ്സിലാക്കുക എന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പിന്നെയും കുറച്ച് പേരെ വേദിയിലോട്ട് വിളിച്ചിട്ട് അതായത് RSSന്റെ സല്യൂട്ട് ചെയ്യാൻ പറയേണ്ട, അവരത് ചെയ്യുന്നില്ല. അതായത് RSS അങ്ങനെ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്ന രീതിയിലോട്ട് നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാനസികമായിട്ട് RSSന്റെ ഘടന ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർക്ക് RSSന്റെ ഈ പറഞ്ഞ സല്യൂട്ട് പോലും തരാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് RSSന്റെ ഘടന മാറ്റപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി ഇതിൽ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ
RSSനെ വൻകിട ശക്തികൾ പിടിച്ചെടുത്തു. അതായത് കംപ്ലീറ്റ്ലി RSSനെ അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം RSSനെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിൽ സ്പെഷ്യലി അംബാനിൻ്റെ പേര് പറയുന്നുണ്ട്, അദാനിൻ്റെ പേര് പറയുന്നുണ്ട്. RSSനെ ഇവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. പഴയ RSS പണ്ടേ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. എന്തായിരുന്നു ആ പഴയ RSS? ചെറിയ ഇന്ത്യൻ വ്യാപാരികളുടെയും തട്ടാന്മാരുടെ അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ പ്രകടനമായിരുന്നു RSS എന്ന് പറയുന്നത്. ആ RSS ചത്തു കേട്ടല്ലോ. RSS ചത്തു എന്നാണ് ആ ഒരു വാക്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്ന് അദാനിയുടെ ഒരു ഉപകരണം മാത്രമാണ് RSS എന്ന് പറയുന്നത്. RSS എന്തായിരുന്നു? അതായത് പല ചെറിയ ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ പലഹാര കച്ചവടക്കാരുടെയും കൊല്ലന്മാരുടെയും തട്ടാന്മാരുടെയും ഒക്കെ ആയിരുന്നു. അവരെ എല്ലാം വഞ്ചിച്ച് അവരൊക്കെ കൊന്ന് നേട്ടുനിരോധനം ചെയ്തു. GST പരിഷ്കരണം കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മുടെ നാടിനെ നശിപ്പിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലെ വലിയ മുതലാളിമാർക്ക് ഇത് വലിയ സഹായമായി കൊടുത്തു. ഇതാണ് ഇപ്പോഴത്തെ RSS എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുള്ളത്. വാജ്പേയിയുടെ കാലത്ത് പ്രമോദ് മഹാജൻ RSSലേക്കും RSS കോർപ്പറേറ്റ് മൂലധനം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രമോദി അത് പൂർണ്ണമായി കോർപ്പറേറ്റ് വൽക്കരിക്കുക ചെയ്യുന്നുണ്ട്. അതായത് വാജ്പേയിയുടെ കാലത്ത് പ്രമോദ് മഹാജനായിരുന്നു RSSലേക്ക് കോർപ്പറേറ്റ് മൂലധനം എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി അത് കംപ്ലീറ്റ്ലി കോർപ്പറേറ്റ് വൽക്കരിച്ച് കഴിഞ്ഞു. RSS എന്ന് പറഞ്ഞതും ഇന്ത്യനെ തന്നെ അദാനിക്കും അംബാനിക്കൊക്കെ കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥയിലോട്ട് ഇന്ത്യനെ എത്തിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒറിജിനൽ RSS ഇല്ലാതായി. അവർ മോദിയെപ്പോലെ അദാനിയെപ്പോലെ വെറും ഇവരുടെ വേലക്കാരായി മാറിക്കഴിഞ്ഞു. മാധ്യമരംഗത്ത് എൻ്റെ സുഹൃത്തുക്കളും അവർ തടവിലാക്കിയിരിക്കുന്നു എന്നാണ് നമ്മുടെ വലിയ പ്രശ്നം. അതായത് ഈ മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധിനോട് പറയുന്നത്, സാറേ ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ട കാര്യമില്ല, പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ. ജോലി ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ മീഡിയ മൊത്തം. അപ്പോൾ ഞങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് രാഹുൽ ഗാന്ധിനോട് ഈ മാധ്യമപ്രവർത്തകർ പറയുന്നത് എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് ഒരു പോലീസുകാരൻ എൻ്റെ കാതിൽ വെച്ച്, ചേട്ടാ ഇവിടുത്തെ അവസ്ഥകളൊന്ന് മാറ്റിത്തരൂ എന്ന് രഹസ്യമായി പറഞ്ഞു. ജോലി നിർത്തിയാൽ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നും കൂടെ എന്നോട് ഒരു മാധ്യമപ്രവർത്തകൻ സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി പ്രധാനം തന്നെ, പക്ഷേ ദേശീയ വീര്യം, നാഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒന്നുകൂടെ ഉണ്ട്. ഒരു കൂട്ടം കോമാളികൾ നമ്മളിൽ അധികാരം സ്ഥാപിക്കുന്നത് അനുവദിക്കില്ല എന്നതാണ് ദേശീയ വീര്യം. അതായത് നിങ്ങൾ ദേശത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇതുപോലെ ആരുമായിട്ടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താത്തത്? പണ്ട് ഞാൻ കരുതിയിരുന്നത് ഇതിനു മുമ്പിൽ വലിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കാണുമെന്നാണ്. എന്നാൽ 5 മിനിറ്റ് അദ്ദേഹത്തോടൊപ്പം ഒരു മുറിയിലിരുന്ന് കാര്യം സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ എല്ലാം തീരും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാത്തത് എന്ന് അന്നേ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിനെ അലച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രസ്താവനകളാണ് ഇതൊക്കെ. ഇനി RSSൻ്റെ ആവിഷ്കാരം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവരെയും സംരക്ഷിക്കും. കാരണം അതും ഒരു വലിയ ആവിഷ്കാരമാണ്. സിഖുകാരനായതുകൊണ്ട് ഗുരുനാനാക്കിനെ കുറിച്ചോ, മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചോ, ജെയിൻ ആയതുകൊണ്ട് മഹാവീരനെ കുറിച്ചോ, ഹിന്ദു ആയതുകൊണ്ട് ശിവനെക്കുറിച്ചോ സംസാരിക്കരുതെന്ന് ആർക്കും ഇവിടെ പറയാൻ അവകാശമില്ല. എല്ലാവർക്കും ഉള്ളിലുള്ളത് തുറന്നു പറയട്ടെ. ഇഷ്ടമില്ലെങ്കിൽ സ്നേഹത്തോടെ വന്ന് സംസാരിക്കാം. സ്വന്തം രാജ്യത്തെ ആവിഷ്കരിക്കുമ്പോൾ ലോകം നമ്മുടെ കരുത്ത് കാണും. അവർക്ക് അത് അടിച്ചമർത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കും. വിദേശ നാണയം എന്നാൽ ലോകം നേതാക്കളെ കെട്ടിപ്പിടിക്കലാണെന്ന് ആരോ ഇവിടെ തലയെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. സത്യം നമ്മുടെ മോദിജിയുടെ ആക്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ സംരക്ഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാണ്ട് കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിട്ട് നടക്കുന്നതിലല്ല. ഇറാൻ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് വലിയൊരു അവസരമായിരുന്നു. ഇന്ദിരാഗാന്ധിയെ എന്ന നേതാവ് ചെയ്ത പോലെ പണ്ട് ഇറാനും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാമായിരുന്നു. പക്ഷേ അവിടെ പാകിസ്ഥാൻ മധ്യസ്ഥരായിട്ട് വന്നു. മോദിജി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അരുണാചൽ പ്രദേശിൽ നമ്മുടെ പെട്രോളിംഗ് ഏരിയയിൽ ചൈന നമ്മെ തടഞ്ഞു. മാധ്യമ എഡിറ്ററെ വിളിച്ച് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞ് മറച്ചു വെക്കുകയാണ് സർക്കാർ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗാൽവാൻ സംഭവത്തിൽ ശേഷം ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ചൈന എടുത്തിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ സൈന്യം ഭൂമി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ചൈനീസ് ചർച്ചക്കാർ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ ഭൂമി പോയില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഈ പറഞ്ഞ ചൈന നമ്മളോട് ചോദിക്കുന്നത്. അതുമാത്രമല്ല, വിദേശ നയം തകർത്ത് അദാനിക്ക് പണമുണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും ജനങ്ങളും ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് നിൽക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെക്കുന്നത് വരെ അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസരത്തിലോട്ട് അവരെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അവരെ ഉറക്കം കെടുത്തും എന്നും കൂടെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. യാതൊരു വിദ്വേഷവുമില്ലാതെ അഹിംസയിലൂടെ സ്നേഹത്തിൻ്റെ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഒരിക്കൽ ലോക്സഭയിൽ വെച്ച് ഒരു BJP MP എന്നെക്കുറിച്ച് സഹപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ കേട്ടു, ഇവനാണ് പ്രശ്നം, ഇവനൊരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്നവനല്ല. നമ്മളാരും ഒരു ചട്ടക്കൂടിലും ഒതുങ്ങുന്നവരല്ല.
നമുക്ക് 1000 തത്വങ്ങളുണ്ട്, സത്വങ്ങളുണ്ട്. എന്നാൽ കൂടെ ഈ ഒരു ഇതിൻ്റെ അവസാന ഭാഗത്തോട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, പോരാട്ടം തുടരുക എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ചില ഡെമോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ഞാനത് എന്താ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു പോയെന്ന് മാത്രം. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, പ്രധാനമന്ത്രിയും നമ്മുടെ മറ്റ് മന്ത്രിമാരും പേടിച്ചിരിക്കുന്നതിനെ പറ്റി വ്യക്തമായിട്ട് ഈ ഒരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണം. അത് പറയാത്തോടത്തോളം കാലം ഇന്ത്യ എന്ന് പറഞ്ഞത് കുറേ മണ്ടന്മാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ആ മണ്ടന്മാർ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് പേടിച്ചിരിക്കേണ്ടവരായി മാത്രം നമ്മൾ മാറിപ്പോവും. അവർക്കെതിരെ പോരാടുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ് കൺവെൻഷൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.